السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فقال لا تخافا إنني معكما أسمع وأرى. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, പലവിധ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും പുതിയ പുതിയ ഫിത്നകളുടെയും ഇടയിൽ കൂടി സഞ്ചരിക്കുന്ന ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായ ഒന്നാണ് കഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ചരിത്രം പഠിക്കുകയും അത് സ്മരിക്കുകയും അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത്. കാരണം എല്ലാ കാലഘട്ടത്തിലും ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ചരിത്രം അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ചരിത്രം, പ്രത്യേകിച്ച് നബിമാർക്ക് മുന്നിൽ വന്ന അക്രമികളുടെ ചരിത്രം, അത് നാം സ്മരിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയങ്ങൾക്ക് ഉറപ്പ് ലഭിക്കുകയും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഭയം നീങ്ങിപ്പോവുകയും ചെയ്യും. വകുല്ലൻ നഖുസ്സു അലൈക മിൻ നംബാഇ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക. നബിയെ, താങ്കൾക്ക് നാം ഈ ചരിത്രമെല്ലാം പറഞ്ഞു തരുന്നത്, മുൻ കഴിഞ്ഞ സമൂഹങ്ങളുടെ ചരിത്രം താങ്കൾക്ക് നാം പറഞ്ഞു തരുന്നത് ലിനുസബ്ബിത ബിഹി ഫുആദക, താങ്കളുടെ ഹൃദയത്തിന് ഉറപ്പ് ലഭിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മളും ആവശ്യക്കാരാണ് കഴിഞ്ഞ ചരിത്രങ്ങൾ അത് സ്മരിക്കുക എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൻ്റെ 1/3 ഭാഗം ചരിത്രമാണ്. വിശാലമായ നിലയിൽ ഖുർആൻ പല സമൂഹത്തിൻ്റെയും ചരിത്രം കൊണ്ട് അല്ലാഹു തആല നിറച്ചിരിക്കുകയാണ്. ആദ്യ സമൂഹത്തിൻ്റെ ചരിത്രം, സമൂദ് ഗോത്രത്തിൻ്റെ ചരിത്രം, ശുഐബ് നബിയുടെ സമൂഹത്തിൻ്റെ ചരിത്രം, ഇങ്ങനെ പല നബിമാരുടെയും പല കഴിഞ്ഞുപോയ അക്രമികളുടെയും ചരിത്രം അല്ലാഹു ഖുർആൻ നമ്മളെ കേൾപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ മുഹറം മാസത്തിൽ നാം വളരെ കൂടുതലായി സ്മരിക്കേണ്ട ഒരു ചരിത്രമാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ആ കാലഘട്ടത്തിൽ ജീവിച്ച അക്രമിയായ ഭരണാധികാരി ഫിർഔനിൻ്റെയും ചരിത്രം. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന ചരിത്രം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ്. 136 പ്രാവശ്യം ഏകദേശം അദ്ദേഹത്തിൻ്റെ പേര് തന്നെ അള്ളാഹു പരാമർശിക്കുന്നു. 27 സ്ഥലങ്ങളിൽ ഫിർഔനിൻ്റെ ചരിത്രം അല്ലാഹു തആല ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഉമ്മത്തിന് മൂസ നബിയുടെ ഉമ്മത്തുമായി ഒരു ബന്ധമുണ്ട്. അതിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ മുഹറം മാസത്തിൽ യഹൂദികൾ നോമ്പ് വെക്കുന്നത് കണ്ടപ്പോൾ തങ്ങൾ ചോദിച്ചു,
മുഹറം 10 അന്ന് നിങ്ങൾ എന്തിനാ നോമ്പ് പിടിക്കുന്നത്? അപ്പോൾ യഹൂദികൾ പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അക്രമിയായ ഫിർഔനിൽ നിന്നും അള്ളാഹു രക്ഷിച്ച ദിവസമാണ് മുഹറം 10. അതിൻ്റെ ശുക്റായി, അതിന് നന്ദിയായി ഞങ്ങൾ നോമ്പ് പിടിക്കുന്നതാണ്. ഞങ്ങൾ പറഞ്ഞു, എങ്കിൽ മൂസാ നബിയോട് നിങ്ങളെക്കാൾ കടമയും ബാധ്യതയും ബന്ധവുമുള്ളത് എനിക്കാണ്. തങ്ങൾ സഹാബാക്കൾ പറഞ്ഞു, മുഹറം 10 അന്ന് നാം നോമ്പ് പിടിക്കേണ്ടതാണ്. യഹൂദികളോട് എതിരാകാൻ വേണ്ടി ഒരു ദിവസം കൂടുതലായി മുഹറം 9-നോ 11-നോ നോമ്പ് പിടിക്കേണ്ടതുമാണ്. അതുകൊണ്ട് ഈ സമയം മുഹറം 10 അടുക്കുന്ന ഈ സമയം നമ്മുടെ ഹൃദയങ്ങളിൽ ആ ചരിത്രം കൊണ്ടുവരികയും അതിനെ സ്മരിക്കുകയും ചെയ്യേണ്ടതാണ്. ഈജിപ്തിൽ ജീവിച്ചിരുന്ന ബലഹീനമായ ഒരു സമൂഹമായിരുന്നു ഇസ്രായേൽ സമൂഹം, മൂസാ നബിയുടെ സമൂഹം. എന്നാൽ എല്ലാ നിലയിലും അധികാരവും സമ്പത്തും ആൾബലവും എല്ലാം ഉണ്ടായിരുന്ന മറുപക്ഷമായിരുന്നു ഫിർഔന്റെ സമൂഹം, ഖിബ്തി സമൂഹം. അങ്ങേയറ്റം അക്രമിയായിരുന്നു. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഫിർഔനിന്റെ അക്രമത്തെപ്പറ്റിയും അവൻ്റെ അഹങ്കാരത്തെപ്പറ്റിയെല്ലാം പല സ്ഥലങ്ങളിലും അല്ലാഹു വിവരിക്കുന്നുണ്ട്. യുദബ്ബിഹൂന അബ്നാഅഹും വയസ്തഹ്യൂന നിസാഅഹും. അവരുടെ സന്താനങ്ങളെ ജീവനോടെ കൊന്നുകളയുമായിരുന്നു, അറുത്തുകളയുമായിരുന്നു. അവരുടെ സ്ത്രീകളുടെ മാനം നഷ്ടപ്പെടുത്തുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അവനെ പരിചയപ്പെടുത്തി, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. ധിക്കാരി, അക്രമി എന്ന് അല്ലാഹു പരിചയപ്പെടുത്തി. എത്ര വലിയ അക്രമിയായിരിക്കും അവൻ! പറഞ്ഞ വാക്കുകൾ, അഹങ്കാരത്തിൻ്റെ വാക്കുകൾ ഖുർആൻ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈരി. നിങ്ങളുടെ ഇലാഹ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ല. യാ ഹാമാൻ ഇബ്നി ലി സർഹൻ. ഹാമാൻ അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരുന്നു, ഫിർഔന്റെ മന്ത്രിയായിരുന്നു. ഹാമാൻ, നീ എനിക്കൊരു കെട്ടിടം പണിയും. ലഅല്ലി അത്ലിഉ ഇലാ ഇലാഹി മൂസ. ഞാൻ മൂസയുടെ ഇലാഹിനുമായി ഒന്ന് ഏറ്റുമുട്ടട്ടെ, കണ്ടുമുട്ടട്ടെ. അന റബ്ബുക്കുമുൽ അഅല. ഫിർഔൻ പറഞ്ഞ വാക്കുകളാണ്, ഞാനാണ് നിങ്ങൾ റബ്ബിൽ ഏറ്റവും വലിയ റബ്ബ്. അത്രയും അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ ധിക്കാരിയായൊരു ഭരണാധികാരിയായിരുന്നു ഫിർഔൻ. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഉദ്ധരിക്കുന്നുണ്ട്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എനിക്ക് ഏറ്റവും സൃഷ്ടികൾ വെറുപ്പുണ്ടായത് ഫിർഔനോടാണ്. അതെപ്പോഴാണ്? അന റബ്ബുക്കുമുൽ അഅല എന്ന് ഫിർഔൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങേയറ്റം ഫിർഔനെ വെറുക്കുകയുണ്ടായി. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ സമ്പത്തിനെയും സൗകര്യത്തെയും പറ്റിയെല്ലാം അല്ലാഹുവോട് പറയുന്നുണ്ട്. റബ്ബനാ ഇന്നക ആതൈത ഫിർഔന വമലഅ സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തി ദുനിയ. അല്ലാഹുവേ, നീ ഫിർഔനിനെ സമ്പത്തും സീനത്തുമെല്ലാം നൽകി. അല്ലാഹു തആല എല്ലാവിധ സൗകര്യവും നൽകി. എല്ലാ നിലയിലും സൗകര്യം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആൾബലവും അധികാരവും സമ്പത്തും എല്ലാം ഉണ്ടായിരുന്നു. അവൻ്റെ അങ്ങേയറ്റം വലിയ അക്രമിയുമായിരുന്നു. 400 വർഷം ഭരണം നടത്തുകയുണ്ടായി. അവൻ്റെ ശിക്ഷാരീതികൾ അല്ലാഹു പറഞ്ഞു, ഓ ഫിർഔന ദിൽ ഔതാദ്. ആണിയുടെ ഉടമയായ ഫിർഔൻ പറഞ്ഞാൽ അവൻ്റെ ഒരു ശിക്ഷാരീതിയായിരുന്നു മനുഷ്യരെ ജീവനോടെ ശരീരത്തിൽ ആണിയടിച്ച് കൊന്നുകളയുക. അവൻ്റെ അധികാരം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കുട്ടി ബനി ഇസ്രായേൽ ജനിക്കാൻ പോകുമെന്ന് അറിഞ്ഞപ്പോൾ ബനി ഇസ്രായേലിലെ 90,000 കുട്ടികളെ അവൻ കൊല ചെയ്തു. അവൻ്റെ സൈന്യത്തിലെ 10,000 സൈന്യത്തിൻ്റെ ജോലി തന്നെ ജനിക്കുന്ന കുട്ടികളെ ജീവനോടെ കൊന്നുകളയുക എന്നതായിരുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തആല എഴുതിയിട്ടുണ്ട്, ആ കാലഘട്ടത്തിൽ ജീവിച്ച സ്ത്രീകൾ ഇത്രയും ഭയത്തിൽ ജീവിച്ചു. ഗർഭിണികളായ സ്ത്രീകൾ ഭയം കാരണം അറിയാതെ പ്രസവിച്ചു പോകുമായിരുന്നു. അവൻ്റെ മറ്റൊരു ശിക്ഷാരീതിയായിരുന്നു മനുഷ്യരെ ജീവനോടെ ആണിയടിച്ച പലകയിലോ മറ്റോ കെടുത്തി മുകളിൽ നിന്ന് വലിയ ഭാരമുള്ള പാറകൾ അവൻ്റെ ശരീരത്തിലേക്ക് ഇറക്കി വെക്കുക എന്നുള്ളത്. അവൻ്റെ മറ്റൊരു ശിക്ഷാരീതിയായിരുന്നു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് കൈകാലുകൾ വികൃതമായി വലത്തെ കൈ മുറിക്കുകയാണെങ്കിൽ ഇടത്തെ കാല് മുറിച്ചു കളയും. ഇങ്ങനത്തെ ശിക്ഷാരീതി. ലൗഖത്തിഅന്ന ഐദിയക്കും. ഫിർഔൻ ആ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ കൈകാലുകൾ ഞാൻ വ്യത്യസ്തമായ നിലയിൽ മുറിച്ചു കളയുന്നതാണ്. ഇങ്ങനെ എല്ലാ നിലയിലും അക്രമിയും ധിക്കാരിയും അഹങ്കാരിയുമായിരുന്നു ഫിർഔൻ. അവൻ എല്ലാ നിലയിലും അവൻ അക്രമത്തിൽ അതിരുകടന്നു. എല്ലാ നിലയിലും അക്രമത്തിൽ അതിരുകടന്നു.
ഒരു നിലയിലും ആ സമൂഹത്തെ ജീവിക്കാൻ അനുവദിച്ചില്ല. അവർ അടിമകളായി കണക്കാക്കപ്പെട്ടു. ബനീ ഇസ്രായേൽ അടിമകളായി അവർ ജീവിക്കേണ്ട അവസ്ഥ വന്നു. അവർക്ക് നാട്ടിൽ നിന്ന് അല്പം പുറത്തേക്ക് പോകണമെങ്കിൽ അനുവാദം ചോദിക്കണമായിരുന്നു. അവരുടെ ആരാധന സ്ഥലങ്ങൾ പൊളിക്കപ്പെട്ടു. ഇങ്ങനെ എല്ലാ നിലയിലും എല്ലാ ഭാഗത്തും അവൻ അക്രമം ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ചില സുന്നത്തുകളുണ്ട്, ചില രീതികളുണ്ട്. അക്രമിയുടെ അക്രമത്തിനും അള്ളാഹു അശ്രദ്ധനല്ല. എല്ലാ ധിക്കാരികളെയും അള്ളാഹു അറിയുന്നുണ്ട്. അവരുടെ മേൽ അള്ളാഹുവിന് അധികാരവുമുണ്ട്. അള്ളാഹു അശക്തനല്ല. പക്ഷെ അള്ളാഹുവിൻ്റെ ചില സുന്നത്ത്, ചില രീതികളുണ്ട്. അള്ളാഹു തആല അവൻ്റെ അക്രമത്തിൽ അതിരുകടന്നപ്പോൾ, അവൻ്റെ അഹങ്കാരത്തിൻ്റെ മൂർധന്യതയിലെത്തിയപ്പോൾ അള്ളാഹു പിടിക്കാൻ തീരുമാനിച്ചു. അള്ളാഹു തആല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമൂഹത്തിൻ്റെ മേൽ നബിയാക്കി അയക്കുകയും അവരെ അമലുകളിലേക്കും ഈമാനിലേക്കും തിരിക്കുകയും ആ സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്നും ഭയത്തെ നീക്കിക്കളയുകയും ചെയ്തു. അവരോട് പറഞ്ഞു, ഇസ്തഈനു ബില്ലാഹി വസ്ബിറു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഫിർഔനിന്റെ അധികാരവും സമ്പത്തും അവന്റെ അക്രമവും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇസ്തഈനു ബില്ലാഹി വസ്ബിറു, നിങ്ങൾ അല്ലാഹുവിലേക്ക് തിരിയിൻ, അല്ലാഹുവിലേക്ക് നിങ്ങൾ സഹായം ചോദിക്കിൻ, നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കിൻ. വജഅലു ബുയൂതകും ഖിബ്ലതൻ വഅഖീമുസ്സലാ, നിങ്ങളുടെ വീടുകളെ, നിങ്ങൾ ആരാധന സ്ഥലങ്ങൾ പൊളിക്കപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വീടുകളെ ആരാധന സ്ഥലങ്ങൾ പോലെയാക്കി, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ നമസ്കാരങ്ങൾ സ്ഥലമാക്കി, നിങ്ങൾ അങ്ങനെ അമലുകളിലേക്ക് തിരിയാൻ അല്ലാഹു തആല കൽപ്പിച്ചു. മൂസ അലൈഹിസ്സലാം ആ സമൂഹത്തെ, ന്യൂനപക്ഷമായിരുന്ന വെറും ബലഹീനമായിരുന്ന സമൂഹം, ആ സമൂഹത്തെ മൂസ നബി അലൈഹിസ്സലാം ഈമാൻ കൊണ്ടും അമല് കൊണ്ടും ശക്തരാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബലഹീനമായ സമൂഹത്തിന്റെ ഈമാനും അമലും പാകപ്പെട്ടു വന്നപ്പോൾ അല്ലാഹു പറഞ്ഞു, മൂസ ഖദ് ഉജീബത് ദഅവതുകുമാ ഫസ്തഖീമാ, മൂസ നിങ്ങളുടെ ദുആ ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ്, എൻ്റെ തീരുമാനം ഉടനെ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇവിടെ ഈ ചരിത്രം പഠിക്കേണ്ട മറ്റൊരു പാഠം ഇതാണ്. അക്രമികൾക്ക് അല്ലാഹു തആല അല്പസമയം നൽകും. മൂസ നബിയോട് നിന്റെ ദുആ ഞാൻ സ്വീകരിച്ചു എന്ന് അല്ലാഹു പറഞ്ഞ ശേഷം ചരിത്രത്തിൽ കാണാം, ഫിർഔൻ വീണ്ടും 40 വർഷം ജീവിച്ചു. മൂസ നിന്റെ ദുആ ഞാൻ സ്വീകരിച്ചു എന്ന് അല്ലാഹു അറിയിച്ച ശേഷവും ഫിർഔനെ അല്ലാഹു തആല 40 വർഷം ജീവിക്കാനുള്ള അവസരം അല്ലാഹു നൽകി. ഇത് അല്ലാഹുവിൻ്റെ ഒരു രീതിയാണ്, സുന്നത്താണ്. കാരണം അവൻ ഹക്കീമാണ്, ഹിക്മത്തുള്ളവനാണ്. പല കാരണങ്ങളുടെ പേരിലും അല്ലാഹു തആല ചിലപ്പോൾ അക്രമികൾക്ക് അവസരങ്ങൾ നൽകും. അല്ലാഹുവിൻ്റെ അധികാരം, അല്ലാഹു അശക്തനായതിൻ്റെ പേരിലോ അല്ലാഹുവിന് അക്രമികളുടെ മേൽ കഴിവില്ലാത്തതിൻ്റെ പേരിലോ അല്ല. നാം തെറ്റിദ്ധരിച്ചു പോകരുത്. ഇന്നും ഈ കാലഘട്ടത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ ജീവനോടെ കൊല ചെയ്യുന്ന അക്രമികളായ സമൂഹത്തിന്റെ മേൽ അള്ളാഹുവിന്റെ അധികാരം ബാക്കിയാണ്. അവൻ അശക്തനല്ല. പിന്നെ അള്ളാഹു തആല ചിലപ്പോൾ വഉംലി ലഹും ഇന്ന കൈദി മതീൻ, അള്ളാഹു തആല ചില അവസരങ്ങൾ, ചില സമയങ്ങൾ അവർക്ക് നൽകും. ഇത് അള്ളാഹു തആല പല ഹിക്മത്തിന്റെ പേരിലാണ്. പക്ഷേ എല്ലാ അക്രമികളും നശിക്കാനുള്ളതാണ്. ഇതുവരെ ലോകത്ത് വന്ന മുഴുവൻ അക്രമികളും അഹങ്കാരികൾ നശിച്ചിട്ടേ ഉള്ളൂ. ഇന്നും ലോകത്ത് ഏതെല്ലാം അക്രമം കാണിക്കുന്നുണ്ടോ, പ്രത്യേകിച്ച് ഈ ഉമ്മത്തിന്റെ മേൽ ആരെല്ലാം അക്രമം കാണിക്കുന്നുണ്ടോ അവരും നശിക്കാനുള്ളതാണ്. തീർച്ചയായ കാര്യമാണ്. ലോക ചരിത്രം പഠിച്ചാൽ കാണാം, ഓരോ അക്രമികളും നശിക്കുക തന്നെ ചെയ്യും. ഓരോ കാലഘട്ടത്തിൽ പല നിലയിൽ അക്രമികൾ ഉണ്ടായിരുന്നു. സുഫിയാൻ സൗർ റഹ്മത്തുള്ളാഹി തആല അലൈഹി, അദ്ദേഹം അന്നത്തെ ജീവിച്ചിരുന്ന അക്രമിയായ ഭരണാധികാരിക്കെതിരെ ഒരു ഫത്വ പുറപ്പെടുവിച്ചപ്പോൾ അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി ജഅഫർ മൻസൂർ എന്ന അഹങ്കാരിയായ രാജാവ് പുറപ്പെട്ടു. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി കഅബയുടെ കില്ല പിടിച്ചു ദുആ ചെയ്തു, അല്ലാഹുവേ എന്നെയും അഹങ്കാരിയായ ജഅഫറിനെയും നിന്റെ ഈ പരിശുദ്ധ നാട്ടിൽ ഒരുമിച്ച് കൂട്ടരുത്. ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ദുആ പൂർത്തിയാക്കി. എവിടെയായിരുന്നു ജഅഫർ, അവിടെ അല്ലാഹു തആല അവനെ നശിപ്പിക്കുകയുണ്ടായി, അവന്റെ മരണം സംഭവിക്കുകയുണ്ടായി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അക്രമം കാണിച്ച ഭരണാധികാരികൾ, അദ്ദേഹം ദുആ ചെയ്തു. ചരിത്രത്തിൽ കാണാം, അവരുടെ ശരീരങ്ങൾക്ക് രോഗം പിടിച്ചു. ആ മനുഷ്യൻ തന്നെ പറയുന്നുണ്ട്, എത്ര കടുത്ത രോഗമായിരുന്നു. ശരീരത്തിൽ ഒരു ഈച്ച വന്നിരുന്നാൽ താങ്ങാൻ പറ്റാത്ത വേദന അനുഭവിക്കുന്ന രോഗം ബാധിക്കുകയുണ്ടായി. അവൻ ആ രോഗത്തിലായി നശിച്ചുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ മുശ്രിക്കീങ്ങളുടെ നേതാവ് ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ ദഅവത്ത് ചെയ്യാൻ തങ്ങൾ ഒരു സഹാബിയെ പറഞ്ഞയച്ചു. ആ മനുഷ്യൻ അഹങ്കാര സ്വരത്തിൽ ചോദിച്ചു, നിങ്ങൾ വിളിക്കുന്ന ഇലാഹ് അത് ചെമ്പിനാലുള്ളതാണോ സ്വർണത്താലുള്ളതാണോ?
അഹങ്കാരത്തിൻ്റെ ധിക്കാരത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു. ആ സഹാബി തിരിച്ചു വന്നു. തങ്ങൾ അദ്ദേഹത്തെ വീണ്ടും മടക്കി അയച്ചു അള്ളാഹുലേക്ക് ദഅവത്ത് ചെയ്യാൻ. ആ മനുഷ്യൻ വീണ്ടും അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു. ചരിത്രത്തിൽ കാണാം, ഹദീസിൽ കാണാം, അള്ളാഹു തആല ഇടിമിന്നലയക്കുകയും ആ മനുഷ്യനെ ഉടൻ തന്നെ അള്ളാഹു തആല കൊന്നുകളയുകയും ചെയ്തു. കിസ്റ എത്ര വലിയ അഹങ്കാരിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ചെയ്ത് കത്തയച്ചു. തങ്ങൾ ഇസ്ലാമിലേക്ക് ദഅവത്ത് ചെയ്യാൻ വേണ്ടി കിസ്റയുടെ അടുക്കൽ കത്തയച്ചു. അവൻ അഹങ്കരിച്ചു, ധിക്കാരം കാണിച്ചു. അവൻ്റെ കീഴിലായിരുന്ന ഭരണാധികാരി, യമനിലെ ഭരണാധികാരി കിസ്റ കത്തെഴുതി, എന്നെ ഞാൻ നിൽക്കുന്ന മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് ക്ഷണിക്കുന്നു മുഹമ്മദ് എന്ന മനുഷ്യൻ. അതുകൊണ്ട് നീ അവനെ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ കൊണ്ടുവരും. വിശാലമായ പ്രദേശം കിസ്റയുടെ കീഴിലായിരുന്നു. അന്നത്തെ സൂപ്പർ പവറായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാവരും കഴിവുള്ളവനാണ്. ആ രണ്ട് ദൂതന്മാർ യമനിലെ രാജാവ് അയച്ചപ്പോൾ തങ്ങളുടെ അടുക്കൽ വന്നു തങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി. തങ്ങൾ മറുപടി ഒന്നും പറഞ്ഞില്ല. 10-15 ദിവസം കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, ഇന്ന റബ്ബി ഖദ് ഖതല റബ്ബക്, എൻ്റെ റബ്ബ് നിങ്ങളെ റബ്ബിനെ അഥവാ നിങ്ങളെ രാജാവിനെ കിസ്റയെ കൊന്നുകളഞ്ഞു. അള്ളാഹുവിനെല്ലാം സാധിക്കും. എത്ര വലിയ അധികാരിയും നശിപ്പിക്കാൻ അള്ളാഹുവിന് കഴിവുള്ളവനാണ്. അവിടെ ഫിർഔൻ അവൻ അഹങ്കരിച്ചു, ധിക്കരിച്ചു. അള്ളാഹു തആല അവൻ്റെ ഖുദ്റത്ത് അള്ളാഹു തആല വെളിവാക്കാൻ തീരുമാനിച്ചു. അള്ളാഹു അല്പം സമയം നൽകി. അക്രമികൾക്ക് അള്ളാഹു ഉണരാനുള്ള ചില അവസരങ്ങൾ നൽകും. ഫിർഔൻ അള്ളാഹു തആല അവസരം നൽകി. ഫാർസൽനാ അലൈഹിം തൂഫാന വൽ ജറാദ വൽ കുമ്മല വൽ ലഫാദ വദ്ദമ ആയാത്തിൻ മുഫസ്സലാത്ത്. അള്ളാഹു തആല പറയാൻ, ഫിർഔൻ ഇത്ര വലിയ അക്രമിയായിട്ടും അവൻ ഉണരാൻ വേണ്ടി അള്ളാഹു തആല ചില പരീക്ഷണങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ അയച്ചു കൊടുത്തു. അവനിലേക്ക് ഞാൻ തൂഫാൻ, വെള്ളപ്പൊക്കത്തെ അയച്ചു. അവനിലേക്ക് ഞാൻ പേനിനെ പരീക്ഷണമായി അയച്ചു. അവരുടെ സമൂഹത്തിലേക്ക് ഞാൻ വെട്ടുകിളിയെ പരീക്ഷണമായി അയച്ചു. അവർ കുടിക്കുന്ന വെള്ളത്തിൽ രക്തം കലർന്ന അവസ്ഥ അള്ളാഹു പരീക്ഷണമായി അയച്ചു. പലവിധ പരീക്ഷണങ്ങൾ. മൗലാന ഷഫീ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ മആരിഫുൽ ഖുർആൻ അദ്ദേഹം എഴുതുന്നുണ്ട്, ഒരു സുപ്രയിൽ ഒരു ഭാഗത്ത് ബനീ ഇസ്രായേലും മറുഭാഗത്ത് ഖിബ്തിയും ഇരിക്കുകയാണെങ്കിൽ ഖിബ്തി വെള്ളം കുടിക്കാൻ എടുത്താൽ അത് രക്തം കലർന്ന വെള്ളമായിരിക്കും. എന്നാൽ ബനീ ഇസ്രായേൽപ്പെട്ട ആളുകൾ വെള്ളം കൊടുക്കുമ്പോൾ ശുദ്ധമായ ജലമായിരിക്കും. ബനീ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ച് ഖിബ്തി കയ്യിൽ പിടിക്കുമ്പോൾ അത് വീണ്ടും രക്തമായിട്ടുണ്ടാകും. ഇങ്ങനത്തെ കടുത്ത പരീക്ഷണം അല്ലാഹു കൊടുത്തു ഉണരാൻ വേണ്ടി. ഇതെല്ലാം കണ്ടിട്ടും അവൻ ഇപ്പം പോലും മാറാതെ അഹങ്കാരത്തിൽ അങ്ങേയറ്റം എത്തിയപ്പോൾ അള്ളാഹു അവനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. മൂസ നബി അലൈഹിസ്സലാം തന്റെ സമൂഹവുമായി ഏകദേശം 6 ലക്ഷം വരുന്ന തന്റെ സമൂഹവുമായി പുറപ്പെട്ടു. നൈൽ നദി മുന്നിലെത്തി. പുറകിൽ ഫിർഔനും സംഘവും 16 ലക്ഷം വരുന്ന സൈന്യവും പുറപ്പെട്ടു പുറകിലെത്തി. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു പറഞ്ഞു, ഇനി വേറെ വഴിയൊന്നുമില്ല. അല്ലാഹു പറഞ്ഞു, നിന്റെ വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കും. മൂസ അലൈഹിസ്സലാം അടിച്ചു. സമുദ്രം പിളർന്നു. മൂസ നബിയും സമൂഹവും രക്ഷപ്പെട്ടു മറുഭാഗത്തെത്തി. വീണ്ടും അടിക്കാൻ പറഞ്ഞു. ഫിർഔൻ കടന്നു വന്നു, സൈന്യവും കടന്നു വന്നു. ഫിർഔൻ അഹങ്കാരത്തിൽ പറഞ്ഞു, ഇത് എനിക്ക് വേണ്ടി സമുദ്രം തുറക്കപ്പെട്ടതാണ്. അവിടെയും അഹങ്കരിച്ചു. പക്ഷേ സ്വയമായി ഇറങ്ങാൻ ഉദ്ദേശിച്ചിരുന്നില്ല. തന്റെ സൈന്യത്തെ മാത്രം ഇറക്കാനാണ് ഫിർഔൻ ഉദ്ദേശിച്ചത്. നബി ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല ഒരു മലക്കിനെ അയക്കുകയും ആ മലക്ക് നിർബന്ധിച്ച് ഫിർഔനെ സമുദ്രത്തിലേക്ക് ഇറക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ സമുദ്രത്തിൽ നിന്ദനായി അവനെ നശിപ്പിക്കുകയും ചെയ്തു. ഫലമ്മാ ആസഫൂന അൻതഖമനാ മിൻഹും, അല്ലാഹു തആല പറഞ്ഞു, ഞാൻ പ്രതികാരമെടുത്തു. അവന്റെ സമയമായി. അവൻ അഹങ്കാരത്തിന്റെ മൂർധന്യമെത്തി, അക്രമത്തിന്റെയും ധിക്കാരത്തിന്റെ അങ്ങേയറ്റം എത്തിയപ്പോൾ നാം അവനെ പിടിക്കുകയുണ്ടായി. ഇത് ഒരു ഫിർഔന്റെ ചരിത്രമല്ല. ഖിയാമത്ത് നാൾ വരെ ഏതെല്ലാം ഫിർഔന്മാർ ഈ ലോകത്ത് വരുന്നു അവർക്കെല്ലാം പാഠമാണ്. അള്ളാഹുവിന്റെ ഖുദ്റത്ത് ബാക്കിയാണ്. അതുകൊണ്ട് ഈ ചരിത്രത്തിൽ നാം പഠിക്കേണ്ട ആദ്യത്തെ പാഠം, നാം ഒന്നിനെയും ഭയപ്പെട്ട് ജീവിക്കേണ്ടവരല്ല ഈ ഉമ്മത്ത്. അഹങ്കാരികളായ, ധിക്കാരികളായ, അക്രമികളായ ഭരണാധികാരികൾ ആരെല്ലാം നമ്മുടെ മുമ്പിൽ വന്നാലും ഭയപ്പെട്ട് ജീവിക്കേണ്ടവരല്ല മുസ്ലിം ഉമ്മത്ത്. കാരണം നമുക്ക് പല ചരിത്രവും നമ്മുടെ മുന്നിൽ കടന്നുപോയിട്ടുണ്ട്. ഒരവസ്ഥയും ഭയപ്പെടേണ്ടവരല്ല. മൂസ നബിയോട് അല്ലാഹു പറഞ്ഞു, ലാ തഖാഫ ഇന്നനി മഅകുമാ അസ്മഉ വ അറാ. മൂസ, ഹാറൂൻ, നിങ്ങൾ പേടിച്ചുകൊണ്ട് ഫിർഔന്റെ അടുക്കലേക്ക് പോവണ്ട. ഇന്നനി മഅകുമാ, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ രണ്ടുപേരെ കൂടെയും മൂന്നാമനായി ഞാനുണ്ട്. നിങ്ങൾ പേടിക്കേണ്ടതില്ല. മൂസ അലൈഹിസ്സലാം നൈലിന് മുന്നിലെത്തിയപ്പോൾ പറഞ്ഞു, കല്ല ഇന്ന മഅയ റബ്ബി, ഞാൻ ഒരിക്കലും റബ്ബിൽ ഞാൻ നിരാശനാകുന്നില്ല. എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഹിജ്റ പോയപ്പോൾ ശത്രുക്കൾ തൊട്ട് മുന്നിലെത്തി. തങ്ങൾ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കർ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, അള്ളാഹു നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ഈ ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ പാഠം അതാണ്. ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഉമ്മത്തിന് മുന്നിൽ ഉണ്ടാകും. തീർച്ചയായും ആ അവസ്ഥയിലൊന്നും നാം ഭയപ്പെടേണ്ടവരല്ല. ഹദീസിൽ വരുന്നുണ്ട്, അവസാന കാലഘട്ടമാകുമ്പോൾ എല്ലാ ബാത്തിലിന്റെയും നേതാവായ ദജ്ജാല് പുറപ്പെടും. വലിയ വലിയ ഫിത്നകളുമായി ദജ്ജാല് പുറപ്പെടും. ഈ ഉമ്മത്ത് കണ്ടുമുട്ടുന്ന ഏറ്റവും വലിയ ഫിത്ന ദജ്ജാലിന്റെ ഫിത്നയാണ്. ഇന്ന് നാം കാണുന്ന ഏതെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുണ്ടോ, ഇതിനേക്കാൾ 100 ഇരട്ടി ശക്തമായ ഒരു പ്രതിസന്ധിയുടെ ഘട്ടമായിരിക്കും ദജ്ജാൽ ഉമ്മത്തിലേക്ക് വരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ മുഅ്മിനീങ്ങൾ ഭയപ്പെടുകയില്ല, ഈമാനുള്ളവർ ഭയപ്പെടുകയില്ല. ഹദീസിൽ വരുന്നുണ്ട്, ഒരു മുഅ്മിൻ ദജ്ജാലിനെ കണ്ടുമുട്ടാൻ പുറപ്പെടും, പരസ്യമായി പുറപ്പെടും, ഒരു ഭയവുമില്ലാതെ. ദജ്ജാലിന്റെ ആളുകൾ പിടിച്ചു നിർത്തും. എവിടെ പോവുകയാണ്? ഞാൻ കള്ളനായ ദജ്ജാലിനെ കണ്ടുമുട്ടാൻ പോവുകയാണ്. അങ്ങനെ അവനെ പിടിച്ചുകൊണ്ട് ദജ്ജാലിന്റെ മുന്നിലേക്ക് ചെല്ലും. ദജ്ജാൽ പറയും, നീ എന്നെ നിന്റെ റബ്ബായി അംഗീകരിക്കുന്നു? ഇല്ല, നിന്റെ റബ്ബായി അംഗീകരിക്കുന്നില്ല. ശക്തമായി ഉപദ്രവിക്കും. എന്നിട്ട് ചോദിക്കും, നീ എന്നെ റബ്ബായി അംഗീകരിക്കുന്നു? ഇല്ല, എന്റെ നിബിധങ്ങൾ പറഞ്ഞ സത്യമാണ്, നീ കള്ളനായ ദജ്ജാലാണ്. തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യനെ ദജ്ജാൽ 2 കഷ്ണമായി മുറിക്കും. കാലിന്റെ ഭാഗത്ത് 2 കഷ്ണമായി മുറിച്ച് അതിനിടയിൽ കൂടി ദജ്ജാൽ നടക്കുകയും വീണ്ടും ദജ്ജാലിന്റെ കൽപ്പന പ്രകാരം മുഅ്മിന് ജീവൻ കൊടുക്കും. എന്നിട്ട് ചോദിക്കും, നീ എന്നെ നിന്റെ റബ്ബായി അംഗീകരിക്കുന്നുണ്ടോ? ആ മുഅ്മിൻ പറയും, ഇല്ല, എനിക്ക് ഇപ്പോൾ പൂർണ്ണമായി ഉറപ്പായി എന്റെ നബി പറഞ്ഞ സത്യമാ, നീ കള്ളനായ ദജ്ജാലാണ്. ഇത് മുഅ്മിന്റെ അവസ്ഥയാണ്. മുഅ്മിൻ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഫിത്നകളോ കണ്ട് ഭയപ്പെടുന്നവനല്ല. ഏത് പ്രതിസന്ധിയിലും തന്റെ റബ്ബിൽ പ്രതീക്ഷയുള്ളവനായിരിക്കും. തീർച്ചയാണ് മുസ്ലിം ഉമ്മത്ത് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടവരാണ്. മറ്റുള്ള സമൂഹത്തെ പോലെ സുഖിച്ച് ജീവിക്കാൻ വന്നവരല്ല. പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധിയിലൂടെ പ്രയാസങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടവരാണ് നമ്മൾ. അതിനെ തരണം ചെയ്യാൻ വേണ്ടി തയ്യാറായി തന്നെ നിൽക്കേണ്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആരംഭ സമയത്ത് മദീനക്കാരായ സഹാബാക്കൾ, എണ്ണാൻ പറ്റുന്ന കുറച്ച് ആളുകൾ അന്ന് മക്കയിൽ വന്നപ്പോൾ അവരുമായി തങ്ങൾ ചില സംഭാഷണം നടത്തി. തങ്ങളെ മദീനയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, മക്കയിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ തങ്ങളെ മദീനയിൽ കൊണ്ടുപോയി അഭയം നൽകാൻ അവരുമായി ഒരു കരാറ് ചെയ്തു. ആ സമയത്ത് അന്ന് തങ്ങളുടെ കൂടെ മുസ്ലിം ആകാതെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ഈ മദീനക്കാരെ, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്, ഈ നബിയെ കൊണ്ടുപോകുന്നത്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇദ്ദേഹത്തെ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ മുഴുവൻ അറബികളും നിങ്ങൾക്ക് ശത്രുക്കളായി തീരും. നിങ്ങൾ മനസ്സിലാക്കി ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ തയ്യാറാണോ? സഹാബാക്കൾ, അന്നത്തെ അൻസാരികളെ മദീനക്കാരെ, അവർ പറഞ്ഞു, ഞങ്ങൾ അതിന് തയ്യാറാണ് നബിയെ, ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഞങ്ങൾക്ക് അതിന് പകരം എന്ത് ലഭിക്കും? തങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കും. എങ്കിൽ നബിയെ, ഞങ്ങൾ എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് സ്വർഗം ലഭിച്ചാൽ മതി. മുസ്ലിമായി ജീവിക്കുന്നെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഭരണകൂടത്തിന്റെ അക്രമങ്ങൾ ഉണ്ടാകും, പല പ്രതിസന്ധികളും ഉണ്ടാകും. ഈ സമയത്ത് ഇതെല്ലാം കണ്ട് ഭയപ്പെട്ട് ജീവിക്കേണ്ടവരല്ല മുസ്ലിമീങ്ങൾ. ഇതിനെല്ലാം തരണം ചെയ്യേണ്ടവരാണ്. ഭീരുവായി ജീവിക്കുന്നവനല്ല മുസ്ലിം. നബി ഞങ്ങൾ കാവൽ ചോദിച്ചു ദുർഗുണമാണ്, മോശമായ സ്വഭാവമാണ് ഭീരുത്വം എന്നുള്ളത്. ഒരു മുഅ്മിനിൽ ഉണ്ടാവുകയില്ല. മുഅ്മിൻ ഭീരുവായി ജീവിക്കുകയില്ല. ഭീരു ജീവിക്കുമ്പോൾ തന്നെ പല പ്രാവശ്യം മരിക്കുന്നവനാണ്. എന്നാൽ ധീരനായ മുഅ്മിൻ ജീവിതത്തിൽ ഒരിക്കലും മരിക്കുകയുള്ളൂ. ഭീരുവായ മനുഷ്യൻ അവൻ ഭയത്താൽ ദുനിയാവിൽ മരിച്ചു പോകും. അവൻ മുറിവേറ്റ് മരിക്കുന്നതിനേക്ക് മുമ്പ് തന്നെ മരിച്ചു പോകും. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അവർ എല്ലാ സമയത്തും ധീരന്മാരായിരിക്കും. അവർ ഭയപ്പെടുന്നവരല്ല. സഹാബാക്കളുടെ ഗുണങ്ങളാണ്. സഹാബാക്കൾ ജീവിതത്തിന്റെ ഒരു അവസ്ഥയിലും ആരെയും ഭയപ്പെട്ടിരുന്നില്ല. അവരുടെ മുന്നിൽ തൂക്ക് കയറി വന്നപ്പോഴും ഭയപ്പെട്ടില്ല. ഫലസ്തു ഉബാലി ഹീന അഖ്തലു മുസ്ലിമൻ അലാ അയ്യി ജംബിൻ കാന ഫില്ലാഹി മസ്റഈ. സഹാബാക്കളെ മുന്നിൽ തൂക്കുകൾ കണ്ടപ്പോഴും സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾ ഭയപ്പെടുന്നില്ല, ഇതൊരു പ്രശ്നമില്ല. ഫലസ്തു ഉബാലി ഹീന അഖ്തലു മുസ്ലിമൻ. മുസ്ലിമായ അവസ്ഥയിൽ എങ്ങനെ മരിച്ചാലും, എത്ര വലിയ അക്രമം ചെയ്താലും, ശരീരം വികൃതമാക്കിയാലും അതൊന്നും ഭയപ്പെടുന്നവരല്ല ഞങ്ങൾ. സഹാബാക്കളുടെ ഗുണമായിരുന്നു. അവർ ഒരവസ്ഥയിലും ഭയപ്പെട്ട് ജീവിച്ചവരല്ല. മുനാഫിക്കിന്റെ സ്വഭാവമാണ് ഭീരുവാവുക എന്നുള്ളത്. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ഭരണകൂടം അക്രമം കാണിക്കുമ്പോഴെല്ലാം ഭയപ്പെട്ട് പേടിച്ച് ജീവിക്കുക എന്നുള്ളത് ഇത് മുനാഫിക്കിന്റെ സ്വഭാവമാണ്. യഹ്സബൂന, അവർ വിചാരിക്കും, കുല്ല സൈഹത്തിൻ അലൈഹിം. മുനാഫിക്കങ്ങൾ ഒരു ശബ്ദം കേട്ടാൽ അത് അവർക്കെതിരാണെന്ന് വിചാരിക്കും. ഏത് ശബ്ദം വന്നാലും നമ്മൾക്കെതിരാണ്. ഇങ്ങനെ ഭീരുവായി ഭയപ്പെട്ട് ജീവിക്കൽ മുനാഫിക്കിന്റെ സ്വഭാവമാണ്. മുഅ്മിൻ ആരെയും ഭയപ്പെടുന്നവരല്ല. അവൻ അല്ലാഹുവിനെ മാത്രമേ ഭയപ്പെടുകയുള്ളൂ.
ഭയത്തിൽ നിന്ന് മോചനം നേടാതെ ഈ ഉമ്മത്തിൽ ലോകത്ത് നിലനിൽക്കാൻ സാധിക്കുകയുമില്ല. അതിന്റെ മൂസ നബിയുടെയും ഫിർഔന്റെയും ചരിത്രത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട ആദ്യത്തെ പാഠം അതാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഭയം എടുത്തു മാറ്റണം. ആരെയും ഭയപ്പെടാതെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ഭീരുത്വമില്ലാതെ ധൈര്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഈ ഉമ്മത്ത് തയ്യാറായാൽ അള്ളാഹു വിജയത്തിന്റെ വഴികൾ തുറക്കുക തന്നെ ചെയ്യും. പക്ഷേ ഈ ഭയം, സൃഷ്ടിയുള്ള ഭയം ഹൃദയത്തിൽ മാറുന്നത് എപ്പോഴാണ്? ഈ ഹൃദയത്തിൽ അള്ളാഹുള്ള ഭയം നിറയുമ്പോഴാണ്. അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ഹൃദയത്തിലെ സൃഷ്ടികളുടെ ഭയം മാറുകയുള്ളൂ. അള്ളാഹുവിനെ ഭയപ്പെടാത്ത മനുഷ്യന്റെ ഹൃദയം സൃഷ്ടികളുടെ ഭയം കൊണ്ട് നിറഞ്ഞതായിരിക്കും. ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമില്ലയോ അവന്റെ ഹൃദയം വസ്തുക്കളെ കൊണ്ടുള്ള ഭയത്തിൽ ജീവിക്കുന്നവനായിരിക്കും. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു യാത്ര പോകുമ്പോൾ കുറച്ച് ജനങ്ങൾ വഴിയിൽ ഇങ്ങനെ കൂടി നിൽക്കുന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കൂടി നിൽക്കുന്നത്? പറഞ്ഞു, വഴിയിൽ ജനങ്ങൾക്ക് ഉപദ്രവമായ ഒരു മൃഗം കെടുക്കുന്നു. അദ്ദേഹം തന്റെ വാഹനത്തിൽ ഇറങ്ങി ആ ജനങ്ങൾ ഭയപ്പെട്ടു നിൽക്കുന്ന ആ മൃഗത്തിന്റെ ചെവിയിൽ പിടിച്ച് അതിനെ വഴിയിൽ നിന്ന് മാറ്റിവിട്ടു. എന്നാൽ അദ്ദേഹത്തിന്റെ സമൂഹത്തോട് പറഞ്ഞു, ആരല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്നോ ലം യുസല്ലത്ത് അലൈഹി ഗൈറു, അല്ലാഹു തആല അവന്റെ മേൽ ആരെയും അടിച്ചേൽപ്പിക്കുകയില്ല. അല്ലാഹു തആല അവന്റെ മേൽ ആരെയും അടിച്ചേൽപ്പിക്കുകയില്ല. അവൻ വേറെ ആരെയും ഭയപ്പെടേണ്ടി വരികയില്ല. അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന മുഅ്മിൻ ലോകത്ത് ആരെയും ഭയപ്പെടേണ്ടി വരികയില്ല. നേരെ മറിച്ച് അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല എങ്കിൽ അവൻ ലോകത്ത് പലതിനെയും, ഭരണകൂടത്തെയും ഭരണാധികാരികളെയും പലതിനെയും ഭയപ്പെട്ട് ഭീരുവായി ജീവിക്കേണ്ടി വരും. ഇത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് പരിശുദ്ധമായ മുഹറം മാസം, മുഹറം 10 നാം കടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരേണ്ടതാണ്. ഹൃദയത്തിൽ അള്ളാഹുവിനെ മാത്രം ഭയം കൊണ്ടുവരികയും ബാക്കി മുഴുവൻ ഭയവും ഹൃദയത്തിൽ മാറ്റുകയും ചെയ്യുക. മുഹറം പല ചരിത്രങ്ങൾ നടന്ന മാസമാണ്. പല സന്ദേശങ്ങൾ നൽകുന്ന മാസമാണ്. ചരിത്രം സംസാരിക്കുന്ന ഒരു മാസമാണ്. പല പാഠങ്ങളും ഗുണഭാവം നൽകുന്ന മാസമാണ്. ഇതെല്ലാം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരായി തീരുക. പ്രത്യേകിച്ച് മുഹറം 10 സുന്നത്തായ നോമ്പെടുക്കേണ്ട കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട നോമ്പാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലുസ് സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും പവിത്രമായ ശ്രേഷ്ഠമായ നോമ്പാണ് മുഹറത്തിലെ നോമ്പ് എന്നുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ വളരെ താല്പര്യത്തോടെ തങ്ങൾ എടുക്കുന്ന നോമ്പായിരുന്നു മുഹറം 10 നോമ്പ്, മുഹറം 9 10 നോമ്പ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കാരണമായി കഴിഞ്ഞുപോയ ഒരു വർഷത്തെ അവന്റെ ചെറുപാപങ്ങൾ പൊറുക്കുന്നത് കാരണമായി തീരും. ആ 2 ദിവസം നോമ്പ് കാരണമായി. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും, നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളെയെല്ലാം ഈ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരാക്കുകയും നമ്മൾ നോമ്പെടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.